ഇത് വിറ്റില്ല, വേണ്ടത്ര വിൽക്കാൻ പറ്റിയില്ല. വിൽക്കാൻ വേണ്ടിയാണ് സൃഷ്ടിച്ച് ഇങ്ങോട്ട് അയച്ചു വിട്ടത്. പക്ഷേ അത് ആളുകൾ തിരിച്ചറിഞ്ഞ് അതിനെ നിരായുധീകരിച്ചു, അതിനെ വന്ധ്യംകരിച്ചു എന്ന് മാത്രമല്ല, അതുണ്ടാക്കി വിട്ടവൻ്റെ താല്പര്യവും എല്ലാവരും തിരിച്ചറിഞ്ഞു. അലവലാതി അലവിയെയും റുബീന റൂബിയെയും ഒക്കെ കണ്ടുപിടിച്ചു. അത് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ വല്ലാത്ത നാണക്കേട്. പക്ഷേ മുഴുവൻ ആളുകൾക്കും ഈ നിരീശ്വരവാദിയെന്നോ യുക്തിവാദിയെന്നോ ഇസ്ലാമോഫോബിയസ്റ്റെന്നോ ഒക്കെ പറഞ്ഞ് നടക്കുന്ന എല്ലാ ആളുകൾക്കും അറിയാം യവനെപ്പോലെ എവനൊരു ജന്മം മാത്രമേ ഉള്ളെന്ന്. ആരാ? ആരിഫിനെ പോലെ. അവൻ എന്തും ചെയ്യും, അവൻ്റെ ലാഭത്തിന് വേണ്ടി എന്തും പറയും, ആരെയും തള്ളും, ആരെയും പറയും, എന്ത് കൃത്രിമവും ഉണ്ടാക്കും. അതിന് മിടുക്കനും വേന്ദ്രനുമാണവൻ. അതുകൊണ്ട് അക്കാര്യത്തിൽ ആർക്കും സംശയം വേണ്ട. രവിചന്ദ്രൻ ഗൂഗിളിൽ തപ്പി ഊളത്തരമേ പറയൂ. ലിയാഖത്തലിയുടെ ശരിയെന്ന ചില ബോധ്യങ്ങൾ വിളിച്ചു പറയുന്നേ ഉള്ളൂ. എന്നാൽ ആരിഫ് ഹുസൈൻ അങ്ങനെയല്ല. അവന് പൂജാണ്ടിയിൽ നിന്നും കാശ് വേണം, പിന്നെ മീശ വെട്ടുന്നതിൽ നിന്നും കാശ് വേണം, താടി വെട്ടുന്നതിലും കാശ് വേണം എന്ന് വേണ്ട, എന്തും വിൽക്കാൻ റെഡിയാണ്. അതിനാണ് അതിൻ്റെ ഉൽപ്പന്ന കച്ചവടവും അതിൻ്റെ വ്യാപാരവും അടക്കം എന്ത് പണിയും ചെയ്യും. അതിന് ആളുകളെ കൊണ്ട് ഫോണിൽ വിളിപ്പിച്ച് റെക്കോർഡ് ചെയ്ത് അതാരോ മുസ്ലിങ്ങൾ വിളിക്കുന്നതാക്കി വരുത്തി അതിലും സംഘികളെയും അതുപോലെ ഇസ്ലാമോഫോബിയ ഉള്ളവരെയും പറ്റിച്ച് ജീവിക്കലാണ് ഒരു പ്രധാനപ്പെട്ട പരിപാടി. നേർക്ക് നേരെയുള്ള പല സംഗതികളും ആരിഫ് ഹുസൈന് വശമില്ല. അതായത് ഇപ്പം നമ്മളെയൊക്കെ പോലെ കുടുംബ ജീവിതം എന്ന് പറയുന്ന സംഗതി, മാതാപിതാക്കളോടുള്ള ബന്ധം എന്ന് പറയുന്ന സംഗതി, അല്ലെങ്കിൽ വിശ്വാസം, അല്ലെങ്കിൽ പഠിച്ച കോഴ്സിനോടുള്ള താല്പര്യം. ഇപ്പോൾ MSW പഠിച്ചവർക്ക്, MBBS പഠിച്ചവർക്ക് ആ കോഴ്സിൻ്റെ താല്പര്യങ്ങൾ ഡിഫെൻഡ് ചെയ്യുക എന്നൊക്കെ പറയില്ലേ, അതൊന്നും ആരിഫിനെ സംബന്ധിച്ചിടത്തോളം ഇല്ല. അവനെ ആരെല്ലാമോ ആണോ അങ്ങനെ ആക്കിയത് അതിനെയെല്ലാം ആരിഫ് തള്ളി പറയും. ഇപ്പോൾ ഉളിപ്പ് കണ്ടുപിടിച്ചു കഴിഞ്ഞപ്പോൾ ഒരു സംഭാഷണ ശകലം വെച്ച് ഇന്നലെ ഒരു വീഡിയോ ചെയ്തു. അതായത് ഈ സുനിത വില്യംസിനെ ഇസ്ലാം മതത്തിലാക്കിയതിൽ എനിക്കൊരു പങ്കുമില്ലേ എന്ന് പറയാൻ. നമ്മൾ സാധാരണ പണ്ട് പറയുമല്ലോ, എൻ്റെ ചിറ്റപ്പനൂടെ എങ്ങുമില്ല, ഈ കൊട്ടയുടെ അടിയിലുമില്ല എന്ന് പറഞ്ഞൊരു കഥ നിങ്ങൾ കേട്ടിട്ടില്ലേ? എന്ന് പറഞ്ഞതുപോലെ അവനാണ്, ആരിഫ് മാത്രമാണ്, അവനേ ഇങ്ങനെ ചെയ്യൂ എന്നറിയാവുന്നതുകൊണ്ട് എല്ലാവരും ഒരേ സ്വരത്തിൽ പല സ്ഥലത്തുനിന്ന് പല പേജുകളിൽ ഈ പല സംഗതികളിലൂടെ പറഞ്ഞു എന്നറിഞ്ഞപ്പോഴേക്ക് പുള്ളിക്ക് ലേശം നാണം. പുള്ളി അതിന് ഇന്നലെ വൈകിട്ട് ഒരു വീഡിയോയും ഒക്കെ ചിരിച്ച് എൻ്റെ ഒരു പടമൊക്കെ എടുത്തു വെച്ച് അതിനകത്ത് ഞാൻ പറഞ്ഞതുമൊക്കെ കേട്ട് പുള്ളി ഇങ്ങനെ ആവേശവും വികാരവും ഒക്കെ കൊണ്ട് ഇങ്ങനെയൊക്കെ പറഞ്ഞു. ഇതൊന്ന് കേട്ടോളൂ. ഇത് നിങ്ങൾ തന്നെ എഴുതിയതാണോ? ഇത് കണ്ടപ്പോ എനിക്കൊരു തോന്നലില്ലാതെ ഇല്ല. അല്ല, ഇത് വേറെ ആരോ എഴുതിയതാണ്. നമ്മളിനി പണിക്ക് എന്ന് ഇറങ്ങണ്ടെന്നുള്ളതാണ് പിള്ളേര് പറയുന്നതെന്ന് തോന്നുന്നു. അതുകൊണ്ട് വേറെ ആൾക്കാർ ഇത് ഏറ്റെടുത്തു. ഓക്കെ, അപ്പൊ ഇനി നമുക്ക് വിശ്രമിക്കാം അല്ലേ? ഇതാണ് സംഭാഷണം. എന്താണെന്നറിയോ, പുള്ളി ഇത് അറിഞ്ഞില്ല. അറിയാതെ പുള്ളി ടോണി എന്ന് പറയുന്ന വേറൊരു നിരീശ്വരവാദിക്ക്, ഇസ്ലാമോഫോബിയ ഉള്ള ആളിനെ അയച്ചു കൊടുത്തു. അപ്പോൾ അയാളോട് ചോദിക്കുകയാണ്, നിങ്ങളാണോ ഇത് ചെയ്തത്? ഉടനെ അയാൾ തിരിച്ചു പറയുക, ഞാനല്ല, നമ്മളൊന്നും ഇനി ചെയ്യണ്ട, പിള്ളേർ വേറെ ചെയ്യുന്നുണ്ട്, എന്നാൽ നമുക്ക് വിശ്രമിക്കാം ഇല്ലേ എന്ന് പറയുമ്പോൾ പുള്ളിയുടെ ഈ സ്ക്രിപ്റ്റ് എല്ലാവരും വിശ്വസിക്കണം. അതായത് പുള്ളി അല്ല ഇത് ചെയ്തത്. അതുകൊണ്ടാണല്ലോ പുള്ളി കൂട്ടുകാരനോട് നീയാണോ ഇത് ചെയ്തത് എന്ന് ചോദിച്ചത്. എന്തെല്ലാം അഭിനയമാണ്, എന്തെല്ലാം വേലയാണ്, എന്തെല്ലാം തന്ത്രമാണ്. സംഗതി എഴുതി ഉണ്ടാക്കി വിറ്റ്. ഇതിനു മുമ്പ് ഈ പോൺ സ്റ്റാർ ഒരു വനിതയെ, അവിടെ പേര് ഞാൻ മറന്നുപോയി, അവർ ഇസ്ലാം മതം സ്വീകരിച്ചു എന്നും പറഞ്ഞൊരു സാധനം എഴുതി വിട്ടായിരുന്നു. അന്ന് പിന്നെ അത് പെട്ടെന്ന് തന്നെ ആളുകൾ ഈ മുഖം കണ്ടപ്പോൾ അങ്ങ് തിരിച്ചറിഞ്ഞ് ചിലരൊക്കെ പറഞ്ഞ് അതങ്ങ് തണുത്തുപോയി. ഇപ്പോൾ രണ്ടാമത് സുനിത വില്യംസിനെ കാച്ചി വിട്ടിട്ട് കാത്തിരുന്നതാണ്. എന്തിനാണെന്നറിയോ, ഇതങ്ങ് കത്തിപ്പടരുമ്പോൾ ഈ കോയാസ് കാളിംഗ് എന്ന് പറയുന്ന പരിപാടിയിൽ കുറച്ച് ഇതുപോലെ പെയ്ഡായിട്ട് നിർത്തിയിരിക്കുന്ന കുറേ ആളുകളെ കൊണ്ട് വിളിപ്പിച്ച് ചില ചോദ്യങ്ങൾ ചോദിപ്പിക്കാനും അതിന് പുള്ളി ചില മറുപടികൾ പറയാനും ഇത്തരത്തിലുള്ള കാപട്യവും വേഷം കെട്ടലും ഒക്കെ ആണെങ്കിൽ എത്രയോ നടക്കും ഇസ്ലാം മതവിശ്വാസികളും അല്ലെങ്കിൽ മതവിശ്വാസികൾക്കും. പക്ഷേ അവർക്കുള്ളതും ആരിഫിനില്ലാത്തതും ഒന്നുണ്ട്. ഒന്ന്, അവർക്ക് അള്ളയുണ്ട്. ആ അള്ള പറഞ്ഞ വാപ്പായും ഉമ്മായും ഉണ്ട്. ആരിഫിന് ഇത് രണ്ടുമില്ല. അതുകൊണ്ട് ആരിഫിന് എന്ത് പണിയും കാണിക്കാം. അതുപോലത്തെ ഒരു പണിയാണ് ഈ കാണിച്ചത്.
എന്നിട്ടിപ്പോൾ ഉളിപ്പും ചളിപ്പും മാറ്റാൻ വേണ്ടി ഈ ന്യായവും കൊണ്ടാണ് ഇറങ്ങിയിരിക്കുന്നത്. കഷ്ടമാണ്. വേറെന്തെങ്കിലും പണിക്ക് പൊയ്ക്കൂടെ എന്ന് ചോദിക്കുന്നില്ല. കാരണം അത് ചിലപ്പോൾ ഭരണഘടനാപരമായോ സാമൂഹ്യമായോ മനുഷ്യ കുലത്തിനോ ചേരുന്ന പണിയല്ലാത്തതൊന്നും അറിയില്ലാത്തതുകൊണ്ട് അതിനെക്കുറിച്ചും ചോദിക്കുന്നില്ല. ജീവിച്ചോളൂ, ഇതുപോലെ ജീവിച്ചോളൂ, പക്ഷേ ഇങ്ങനെ തിന്നുകളയരുത്.